ഇത് നമ്മൾ ആദ്യം എടുത്ത പുതിയ ചട്ടയും രണ്ടാമത്തെ പഴക്കമുള്ള പഴയ ചട്ടയാണ്. ചിലപ്പോൾ പാമ്പ് 2 പാമ്പായിരിക്കാം, പക്ഷേ ഇതിനകത്ത് ഒന്നേ കാണാൻ സാധ്യതയുള്ളൂ. എന്നാൽ നമ്മൾ സമയങ്ങൾ കുറച്ചുകൂടി ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. സ്നേക്ക് മാസ്റ്റർ ടീമിന്റെ യാത്രയുടെ ലക്ഷ്യം തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒപ്പിയെടുക്കുക എന്നുള്ള, വ്യത്യസ്തരായ അതിഥികളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പം നമ്മൾ ഈ മാളം പൊളിക്കുന്ന സമയത്ത് 2 കോബ്ര അഥവാ മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗത്തിൻ്റെ പടം അഥവാ ചട്ട അഥവാ ഉറ നമുക്ക് കിട്ടി. പക്ഷേ ആ അതിഥി ഇങ്ങോട്ടാണ് എഴഞ്ഞു പോയത്, മൂവ് ചെയ്ത് പോയത്. പക്ഷേ ഇപ്പം നമ്മൾ പൊളിച്ചു വന്നപ്പോൾ അതിനകത്ത് ഒരു അതിഥിയെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം രാജവെമ്പാല അല്ല, ചേര. അതായത് മൂർഖനിരിക്കുന്ന സ്ഥലത്ത് ചേരയും കാണാൻ. നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർ ആ ചേരയുടെ വാലിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം. ആദ്യം നമ്മൾ കണ്ടത് മൂർഖൻ തന്നെയാണ്, സർപ്പം തന്നെയാണ്, നാഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതേ സ്ഥലത്ത് ഒരു ചേരയെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ കാണാം നമ്മുടെ പ്രേക്ഷകർക്ക്. നമ്മുടെ ആദ്യത്തെ അതിഥിയെ നമ്മൾ പിടികൂടുകയാണ്. അതൊരു ചേര. അത് കട്ട പൊഴിക്കാറായ ഏകദേശം 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു തടിയൻ ചേര, അല്ലെങ്കിൽ വലിയ ചേര എന്ന് പറഞ്ഞാൽ ഇത് ആണാണ്. അത് ഈ കറുത്ത കളർ ഇരിക്കുന്നത് നമുക്ക് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചട്ട പൊഴിക്കുക, സ്കിൻ ഷെഡിയറായിരിക്കുകയാണ്. കണ്ണിൽ ഒരു നീല ഷെയ്ഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു നീല ഷെയ്ഡ് കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ചേരയാണ്. ചേരയുടെ ചട്ട പൊഴിക്കൽ ഒരു ഉറ പൊഴിക്കൽ ഒരു സമയമാണിത്. അതിനുവേണ്ടി അദ്ദേഹം അവിടെ കയറുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് മൂർഖൻ പാമ്പിൻ്റെ അടുത്ത ഇര ചിലപ്പോൾ ഇവനായിരുന്നേനെ. കാരണം അദ്ദേഹം ചട്ട പൊഴിച്ചിട്ട് ഇദ്ദേഹത്തിന് മിക്കവാറും ഭക്ഷിക്കാനുള്ള പ്ലാനോടെ ആയിരിക്കും ഇവിടെ ഇരുന്നത്. ഇദ്ദേഹം മൂർഖൻ പാമ്പ് ചേരയെ ഭക്ഷിക്കുന്ന പാമ്പാണ്. 10 വയസ്സിന് മുകളിൽ നമുക്ക് പ്രായമുണ്ട്. ഇവിടെ സാറന്മാർക്ക് ചേരയെ പേടിയില്ല, പാമ്പിനും പേടിയില്ല. പക്ഷേ എന്നാലും മറ്റ് ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട്, മറ്റ് അതിഥികൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് അപകടം വരാതെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഓഫീസർമാരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ മാളത്തിൽ നിന്ന് ഇതിനെ പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ, ഇവിടെ ഒരുപാട് ഭക്ഷണ വേസ്റ്റൊക്കെ വിടുന്നുണ്ട്, ഇവിടെ എലി ഒത്തിരി ധാരാളമുണ്ട്. ആ എലിയെ പിടിക്കാനായി വരുന്ന അതിഥിയെ, ചേരയെ നമ്മളിവിടെ തന്നെ തുറന്നു വിടുകയാണ്. ഇവിടുത്തെ ഓഫീസർമാരുടെ അനുമതിയോടുകൂടി നമ്മൾ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് മറ്റേ അതിഥിയെ നോക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും അതിഥിയെ അങ്ങ് തുറന്നു വിടാം. എന്തായാലും നമ്മൾ പുറത്ത് അതിഥിയെ കണ്ട് നമ്മൾ ആ ചുവര് പൊളിച്ചു. ഇനി നമുക്ക് ചുവര് പൊളിക്കണം. ഇത് ഇത്രയും വെയിറ്റ്, ഓട് നല്ല വെയിറ്റ് ആണ്. കാരണം ഇത്രയും ത്രസ്റ്റി സൈഡിലാണ് പിടിക്കുന്നത്. അപ്പോൾ കട്ടികളിൽ മാത്രമല്ല അത് പിടിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഈ മേഖലയാണ്, കോൺട്രാക്ട് പണി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ഇനി തോണ്ടിക്കഴിഞ്ഞാൽ ആ ചുവരങ്ങ് പുറത്തേക്ക് മറിയും. അപ്പോൾ നമ്മൾ ഇനി അകത്ത് നമ്മുടെ ഓഫീസർമാരിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പീഠം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു തിണ്ണ പോലെ. പണ്ട് മലയാളത്തിൽ തിട്ട എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നതൊക്കെ മാറി, ഇന്ന് ഇരിപ്പിടം എന്നൊക്കെ, ഇന്ന് വേറെ ഇംഗ്ലീഷ് പേരുകളാണ്. എന്നാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മൾ പൊളിച്ച, ഇരിക്കുന്ന സ്ഥലം നമ്മൾ പൊളിച്ചു മാറ്റുകയാണ്. ഇനി ഇവരിവിടെ ഇരിക്കേണ്ട എന്നാണ് വിചാരിച്ചത്. നമ്മളെന്തായാലും ഈ പൊളിച്ചു പോകുന്ന വഴിക്ക് ഒരു മിന്നായം പോലെ എന്തോ ഒരു അതിഥി ഇങ്ങനെ പോകുന്നത് കണ്ടു. നമുക്ക് ഒരല്പം കൂടി പൊളിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരൻ.
പ്രതീക്ഷിച്ച അതിഥി തന്നെയാണ്, നമ്മൾ കണ്ട അതിഥി തന്നെയാണ്. പക്ഷെ അന്ന് നമ്മൾ വെളിയിൽ ചട്ട പൊഴിച്ച് വെച്ചിരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട്. കാരണം ഒരു കണ്ണ് ഞാൻ നിൽക്കുമ്പോൾ എന്നെ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കണ്ണിന് ഒരു ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നല്ല അഗ്രസീവ് ആവാനും കടിക്കാനും സാധ്യത കൂടുതലാണ്. ഒരു 8 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺ മുർക്കൻ പാമ്പാണ്. എന്തായാലും നമ്മൾ യഥാർത്ഥത്തിൽ ആദ്യമേ ഈ അവസാനം ചെയ്ത ബുദ്ധി അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ആ പുറത്ത് ചവരിടിക്കാതെ അകത്ത് ആ കെട്ടിന് ആ സിമെൻ്റ് അങ്ങ് പൊളിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ആരോഗ്യം നിലനിൽക്കണ്ടേ. എൻ്റെ വ്യായാമം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ പിടിക്കുമ്പോൾ മതിൽ പൊളിക്കുക, വീടിടിക്കുക, കുളിമുറി ഇടിച്ച് കളയുക, കിണർ വെട്ടി നോക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ്. എന്തായാലും ഇത് നമ്മൾ അധികം ഇദ്ദേഹത്തിന് അധികം വെച്ച് കളിക്കാൻ പറ്റിയ ആളല്ല. കാരണം മറ്റൊന്നല്ല, ഇദ്ദേഹത്തിന് ഒരു കണ്ണിന് എന്തോ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കടിക്കാനുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു 7 വയസ്സിനടുത്ത് താഴെ മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. അതുപോലെ വാലിൻ്റെ അഗ്രം മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മുടെ പൂർവികർ പറയും, പ്രായം കൂടുമ്പോൾ വാല് നീളം കുറയുന്നുണ്ട്. സിദ്ധ മണ്ഡലത്തിലുണ്ട്, പ്രായം കൂടുമ്പോൾ നീളം കുറയുന്ന ഒറ്റ ജീവിയെ ഭൂമിയിലുള്ളൂ, അത് മനുഷ്യൻ മാത്രമാണ്. 2 കാലിൽ നടക്കുന്ന മനുഷ്യന് മാത്രമേ പ്രായം കൂടുന്തോറും നടുവിന് നമ്മുടെ കശേരിക്കളല്ല അസ്ഥി താഴേക്ക് മടങ്ങി കുനി വരുമ്പോഴാണ് നമുക്ക് നീളം കുറയുന്നത്. അല്ലാതെ പാമ്പുകൾക്കൊന്നും ഒരിക്കലും നീളം കുറയത്തില്ല. 5 അടി നീളമുള്ള പാമ്പ് എപ്പോഴും 5 അടി തന്നെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും അപകടത്തിൽ വാലങ്ങനെ കട്ടായി പോയാൽ മാത്രമേ നീളം കുറയത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഇത് 7 വയസ്സ് കഷ്ടിയേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് കടിക്കാം. പെട്ടെന്ന് വെച്ചാൽ പത്തി ഉണ്ടെടുത്ത് നിൽക്കാത്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ വിശ്വസിച്ച് കളിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ചരിഞ്ഞ് കടിക്കുന്നൊരു പ്രത്യേകത കൂടിയുള്ളവരാണ് ഇവരൊക്കെ, ഈ എന്തെങ്കിലും അപകടമുള്ളവർ. ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് നാക്ക് നീക്കുന്നുണ്ട്. അദ്ദേഹം എയിം ചെയ്യുന്നത് എൻ്റെ നെറ്റി കടിക്കാനായിട്ട്, എൻ്റെ നെറ്റി അദ്ദേഹം എയിം ചെയ്യുകയാണ്. എൻ്റെ നെറ്റിയാണ് അദ്ദേഹം എയിം ചെയ്യുന്നത്. ഇത് വെറും കുഞ്ഞ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് മുറുക്കൻ പാമ്പുകളെ പിടിയുണ്ട്. ഇതിന് ഒരുപാട് അതിഥികളെ പിടിയില്ല. പക്ഷേ അത് എല്ലാം നല്ല സൈസുള്ള, ഇദ്ദേഹത്തിനേക്കാളുമൊക്കെ ഒരു 5 ഇരട്ടിയുള്ള മുറുക്കൻ പാമ്പുകളെ നമ്മൾ ഇവിടുന്ന് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവർക്ക് ജോലി ഉള്ളതാണ്, ഇവർക്ക് നല്ല തിരക്കുള്ളതാണ്. ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ബാക്കി പരിപാടികളെല്ലാം അവതരണത്തിലാവും അല്ലെങ്കിൽ പെൻഡിങ്ങിലാവും. അപ്പം നമ്മൾ ഇവരോട് ഒരു ചാക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു കവർ വാങ്ങി ആ ചാക്കിനകത്ത് ഇദ്ദേഹത്തിനെ ഭദ്രമാക്കി അടച്ചതിന് ശേഷം ഈ ഓഫീസർമാരോട് യാത്ര പറയുന്നു. അടുത്ത സ്ഥലത്തേക്ക് പുതിയ ഒരു അതിഥിക്കായി നമുക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയാണ് സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര. അടുത്ത അതിഥി വ്യത്യസ്തനാണോ, അത് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിഥിയാണോ നോക്കാം. ഇവരോടൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ഇപ്പോൾ നമ്മൾ അടുത്ത പുതിയ ഒരതിഥിക്കായി നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പിന്നിൽ ഒരു വീട്ടിൽ, നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ബാത്റൂമിലൊരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണ ആ വീട്ടിൽ ഞാൻ 2-3 പ്രാവശ്യം പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം മുറുക്കനെ എടുക്കുകയും 1 പ്രാവശ്യം ചേര എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ചേരയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ വനത്തിനകത്ത് കൂടി വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ. നോക്കാം നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കണ്ണിനെ തേടിയിരിക്കുന്ന അതിഥി ആരാണെന്ന്.
നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി. നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മളെ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ചേരയായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേരയൊന്നുമല്ല, വലിയ ഒന്നാന്തരം ഒരു 10-15 അടി നീളമുള്ളൊരു മൂർഖനെന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ മൂർഖനല്ല, ചേരയാണ്. നമ്മുടെ ഈ ഡോർ നമ്മൾ ആദ്യമേ വന്നെണ്ണയും തുറന്നു നോക്കി ഉണ്ടോ, അതേ ക്ലോസറ്റിൽ ഇറങ്ങി. കാരണം ഈ അടുത്ത കാലത്തിൽ വീടിനകത്ത് പാമ്പിരിക്കുന്നു പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ ക്ലോസറ്റിനകത്ത് മുങ്ങിയിരിക്കും. ഞാൻ പിന്നെ ക്ലോസിനകത്ത് കൈ ഫുൾ ഷർട്ടൊക്കെ ഇങ്ങോട്ട് പൊക്കി കയറ്റി ക്ലോസിനകത്തോട്ട് കൈയിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ വലിച്ചെടുത്തു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വേദനിക്കാതെ വിളിച്ചു. ചേരയായിരുന്നു. ഇത് മാത്രമല്ല, കാരണം ഈ സന്ധ്യാസമയങ്ങളിലും രാവിലെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ചേര ചുവർപ്പാമ്പൊക്കെ ആയിരിക്കുന്നു. കാരണം ഇവരുടെ സഞ്ചാരം സന്ധ്യയ്ക്ക് നമ്മുടെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൊന്ന് കൂടണയുക എന്നുള്ളതാണ് ചേരയുടെ ഒരു പ്രത്യേകത. കാരണം മറ്റ് ജീവികളൊക്കെ ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അപായപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഓടി വന്ന് നമ്മുടെ വീട്ടിൻ്റെ മച്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നിടത്തോ വിറക് കൂട്ടിയിട്ടിരിക്കുന്നിടത്തൊക്കെ ഒന്ന് പതിയിരിക്കും. അവിടെയും രാത്രി ഇദ്ദേഹത്തിന്റെ ശത്രുക്കളെത്തും. കാരണം മൂർഖൻ പാമ്പ് അവിടെ വന്ന് ചേരയെ പിടിക്കാനായി വരും. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ക്ലോസറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് അദ്ദേഹത്തിനെ കൈക്കലാക്കാം.